ഹായ് നമസ്കാരം, ഞാൻ ഡോക്ടർ ആഷിഖ് ആസ്ക്മുഹോമെറ്റിപ്സ്. നാം വീടുകൾ നിർമ്മിക്കുമ്പോൾ മുകളിലത്തെ നിലയുടെ പണി ആരംഭിച്ചു കഴിഞ്ഞാൽ, അവിടെ ബ്രിക്ക് കെട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ലിൻഡൽ, സൺഷെയ്ഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് സൺഷെയ്ഡുകളൊക്കെ വാർക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഇതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നമുക്ക് മോഡലുകൾ, ഫ്രണ്ട് ഡിസൈനുകൾ തയ്യാറാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മോഡലിനനുസരിച്ച് തന്നെ മുൻഭാഗത്തുനിന്ന് കാണുന്ന ഭാഗങ്ങളിൽ സൺഷെയ്ഡുകൾ വാർക്കുക. പക്ഷേ നമുക്ക് പിറകിലും മറ്റു സൈഡുകളിലൊക്കെ സൺഷെയ്ഡുകൾ, കാഴ്ചയില്ലാത്ത ഭാഗങ്ങളിലാണ് സൺഷെയ്ഡുകൾ വാർക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ താഴത്തെ സൺഷെയ്ഡുകൾ വാർത്തത് എത്രയാണോ അതിനേക്കാളും കൂടുതൽ 2 ഇഞ്ചെങ്കിലും പുറത്തോട്ട് തള്ളിക്കൊണ്ട് നമുക്ക് സൺഷെയ്ഡുകൾ വാർക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ സൺഷെയ്ഡുകൾ വാർക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുമ്പോൾ, മഴക്കാലഘട്ടങ്ങളിലൊക്കെ ഈ സൺഷെയ്ഡിൽ നിന്നും വീഴുന്ന വെള്ളം താഴത്തെ സൺഷെയ്ഡുകളിൽ പതിക്കുമ്പോൾ ആ സൺഷെയ്ഡുകളുടെ സ്പ്രെഡാവുകയും അത് ഭിത്തികളിലൊക്കെ അടിച്ചുകൊണ്ട് റൂമിനകത്തേക്ക് വെള്ളം സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ നാം ഓരോ വർഷവും റീപെയിൻറ്റിങ് എന്ന ഒരു ഭാരിച്ച ചിലവ് നമുക്ക് കുറക്കുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ സൺഷെയ്ഡുകൾ എപ്പോഴും മുകളിലത്തെ, അതായത് ബാക്ക് വശവും സൈഡിലൊക്കെ സൺഷെയ്ഡുകൾ മിനിമം 2 ഇഞ്ചെങ്കിലും കൂട്ടി വാർത്തുകൊണ്ട് നിർമ്മിക്കുകയാണെങ്കിൽ, വീടുകൾ നിർമ്മിക്കുകയാണെങ്കിൽ പിന്നീട് ഓരോ വർഷവും വരുന്ന റീപെയിൻറ്റിങ് നമുക്ക് ഒഴിവാക്കിയെടുക്കുവാൻ സാധിക്കും. താങ്ക് യു.